الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سابقوا إلى مغفرة من ربكم وجنة عرضها كعرض السماء والأرض أعدت للذين آمنوا بالله ورسله ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ബഹുമാനികളായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, കാരുണ്യവാനായ പടച്ചറപ്പിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലെമ്പാടും പാലിക്കുവാൻ എന്നോട് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. കരുണക്കടലായ പടച്ചറപ്പ് ഇരു ലോക വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അളവറ്റ അനുഗ്രഹത്തിൻ്റെ ഭാഗമായി അപാരമായ പറുദീസകളുടെ നറുമണം ദുനിയാവിൻ്റെ രാവ് പകലുകളിൽ തന്നെ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിരുന്ന, എപ്പോഴും ഓർക്കുന്ന, അതീവ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന പരിശുദ്ധ റമളാൻ ആഗതമാവുകയാണ്. റബ്ബ് അനുഗ്രഹിച്ചാൽ റമളാനിന് മുമ്പ് ഒരു വെള്ളിയാഴ്ച കൂടിയാണുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ഥലങ്ങളെ സംവിധാനിച്ചു, വ്യക്തികളെ സംവിധാനിച്ചു, കാലങ്ങളെ സംവിധാനിച്ചു. ഇതിനൊക്കെ അല്ലാഹു സവിശേഷമായ ചില ഫളലുകൾ, ശ്രേഷ്ഠതകൾ നൽകിയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും പുണ്യകരമായ സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മസ്ജിദുൽ ഹറാമാണ്. ഉറങ്ങുന്ന ചരിത്രമുള്ള, ഓർമ്മ വിതുമ്പുന്ന, ത്യാഗങ്ങൾ ഒരുപാട് ഉറങ്ങിക്കിടക്കുന്ന, ഒരുപാട് മനുഷ്യന്മാരുടെ കണ്ണുനീരിൻ്റെ കഥ പറയുന്ന, ചിലപ്പോഴൊക്കെ അഭിമാനത്തിൻ്റെ സ്വരമുയരുന്ന വിശുദ്ധ മക്ക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തതാണ്. നിങ്ങൾ പുണ്യം തേടി യാത്ര ചെയ്യുന്നുവെങ്കിൽ മക്കയിലേക്ക് പോവുക. രണ്ടാമത് പറയുന്നത് മസ്ജിദുൻ നബവിയാണ്, അത് വിശുദ്ധ മദീനയാണ്. നബിയുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം, നുബുവത്തിൻ്റെ ഏകദേശം നേർപാതി, അത് പങ്കുവെക്കാൻ ഭാഗ്യമുണ്ടായ മദീന, സൗകര്യങ്ങൾ പെയ്തിറങ്ങിയ മദീന, ദാരിദ്ര്യം പോയ മദീന, വയറ് നിറച്ച് അന്നം കഴിക്കാൻ അല്ലാഹു അവസരം നൽകിയ മദീന,
പിന്നെ ഒന്ന് പറയുന്നത് മസ്ജിദുൽ അഖ്സയാണ്, ദൂരെയുള്ള പള്ളി എന്നാണ് അർത്ഥം. അന്നത്തെ സ്ഥലം അങ്ങനെയാണ്, അന്നത്തെ സംവിധാനങ്ങൾ അങ്ങനെയാണ്. അതുകൊണ്ട് അന്നവർക്ക് ഒരുപാട് ദൂരെയാണ്. അതുകൊണ്ട് മസ്ജിദുൽ അഖ്സ, അങ്ങേയറ്റത്തെ പള്ളി എന്നാണ് ആ പദത്തിന്റെ അർത്ഥം. ഇതൊക്കെ അള്ളാഹു ആദരിച്ചു എന്ന് വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. വ്യക്തികളെ ആദരിച്ചു, ചിലരെക്കാൾ പദവി നൽകി. ലോകത്തെല്ലാവർക്കും ഒരേ സ്ഥാനം കൊടുത്തിട്ടില്ല, അത് കൊടുക്കുകയുമില്ല. സ്വർഗത്തിലും അങ്ങനെ തന്നെയാണ്. ചിലർക്ക് ഉന്നതമായ പദവി, ചിലർക്ക് അത്ര തന്നെ പദവികളില്ല. പക്ഷെ ഏറ്റവും താഴ്ന്ന പദവിയിലുള്ളവൻ, സ്വർഗത്തിലുള്ളവൻ പറയുന്നൊരു വർത്തമാനമുണ്ട് വിശുദ്ധ നബിയുടെ. യാ റബ്ബി, എൻ്റെ അത്ര സൗകര്യമുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് അയാൾക്കൊരു ചോദ്യമുണ്ട്. ആ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകും. തിൽക റുസുലു ഫളൽനാ ബഅദഹും അലാ ബഅദ്. പ്രവാചകന്മാരിൽ ചിലരെക്കാൾ നാം ബഹുമാനിച്ചു, ആദരിച്ചു. ഏറ്റവും ശ്രേഷ്ഠത അള്ളാഹു നൽകിയത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. കാലഗണന അനുസരിച്ച് കാലങ്ങൾക്ക് അള്ളാഹു പദവികൾ പകുത്തു നൽകി. അക്കൂട്ടത്തില് ഏറ്റവും ശ്രേഷ്ഠമായ കാലം എന്ന് പരിചയപ്പെടുത്തുന്നത് പരിശുദ്ധ റമളാനാണ്. മനുഷ്യന്റെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഖുർആൻ അവതരിച്ച മാസമാണ്. മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ഇരുട്ടുകളിൽ നിന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്ന മാസമാണ്. വഹീന്റെ ആദ്യത്തെ അനുഭവം ഉണ്ടായ ലൈലത്തുൽ ഖദ്ർ അടങ്ങുന്ന മാസമാണ്. പ്രവാചകൻ പേടിച്ചിട്ട് സഹധർമ്മിണിയുടെ അടുത്ത് വന്നിട്ട് ആശ്വാസത്തിന് കെഞ്ചിയ മാസമാണ്. സമ്മിലൂനി ഖദീജ, എനിക്കൊരു പുതപ്പ് തരൂ, എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടണം, ഞാൻ അസ്വസ്ഥനാണ്, ഞാൻ ഭയപ്പാടോടുകൂടി നിലകൊള്ളുന്നു. ആശ്വാസത്തിന്റെ ഒരു കിളിനാദമുണ്ടായി ചരിത്രത്തിൽ. എന്തിനു നിങ്ങൾ ഭയപ്പെടണം, അള്ളാഹു നിങ്ങളെ കൈവിടൂല. ചില വാക്കുകൾ മനുഷ്യന് കിട്ടുന്ന ധൈര്യം ചെറുതാണോ? ചില താങ്ങുകൾ മനുഷ്യന് കിട്ടുന്ന ആശ്വാസം ചെറുതല്ല. വഹി 23 കൊല്ലങ്ങളോളം ഇറങ്ങി, ഖുർആൻ 23 കൊല്ലം ഇറങ്ങി. 23 കൊല്ലവും ഓരോ തവണ വഹി വരുമ്പോഴും അവിടുത്തെ അസ്വസ്ഥത ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആയിഷ ബീബി പറയുന്നുണ്ട്, മദീനയുടെ മരം കോച്ചുന്ന തണുപ്പുള്ള രാത്രികളിൽ എൻ്റെ ഹബീബ് വിയർത്തൊലിക്കുന്നത് ഞാൻ ചിലപ്പോൾ കാണും. എൻ്റെ അടുത്ത് കിടക്കുന്ന രാത്രികൾ നന്നായി വിയർപ്പം എനിക്ക് ബോധ്യമാകും. തണുപ്പിന്റെ ഇടയിലും ഈ വിയർപ്പ്. വഹി വരുന്നുണ്ട്, ജിബ്രീല് വരുന്നുണ്ട്, ഒരായത്തിന്റെ അവതരണം നടക്കുകയാണ്. നമ്മുടെ ഉമ്മ പരിചയപ്പെടുത്തുകയാണ്. സഹാബത്ത് രേഖപ്പെടുത്തുന്ന, ഒട്ടകപ്പുറത്ത് യാത്ര പോകുമ്പോ ചിലപ്പോൾ പെട്ടെന്ന് നിശ്ചലമാകും, നെറ്റിത്തടം വിയർക്കുന്നുണ്ടാകും, ഒട്ടകം കുനിഞ്ഞു പോകുന്നുണ്ടാകും. അപ്പൊ ഞങ്ങൾക്ക് ബോധ്യമാകും വഹ്യിന്റെ അവതരണമാണ്, ഖുർആന്റെ അവതരണമാണ്. ആകാശലോകത്തുനിന്ന് റബ്ബിന്റെ വഹ്യ് ഭൂമിയിലേക്ക് അവതരിക്കുന്ന രംഗമാണ്. അതിന്റെ തുടക്കം വിശുദ്ധ റമളാനിലാണ്. സഹാബാ കിറാമിനെ വിളിച്ചിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നസായി ഉദ്ധരിക്കുന്നു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, അതാകും റമളാൻ, നിങ്ങൾക്ക് റമളാൻ വരികയാണ്. ഷഹ്റുൻ മുബാറക്, അനുഗ്രഹീതമായ മാസമാണ്. ഫറളല്ലാഹു അസ്സ വജല്ല അലൈക്കും സിയാമഹു, ആ മാസം നോമ്പ് നിങ്ങളുടെ മേലിൽ അല്ലാഹു നിയമമാക്കിയിട്ടുണ്ട്, നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഫത്തഹു ഫീഹി അബ്വാബുസ് സമാഅ്, അന്ന് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയാണ്. ഐ അൽ ജന്ന, വ്യാഖ്യാനം അങ്ങനെയാണ്. ആകാശ കവാടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗ കവാടങ്ങൾ. ആകാശവും സ്വർഗമായിട്ട് എന്താ ബന്ധം? ഇനിയും പഠനം നടത്തേണ്ടതാണ്. ആകാശം എന്തെന്ന് ഇന്നും കണ്ടുപിടിക്കാതെ, ഉത്തരം കിട്ടാത്ത സമസ്യകളുടെ ലോകത്ത് പുരോഗതി എല്ലാം നേടിയ മനുഷ്യന്റെ, ഇന്റർനെറ്റ് മാത്രമല്ല യന്ത്രമനുഷ്യന്റെ കാലത്ത് എന്താണ് മാനം? കൃത്യമായ ഉത്തരം പ്രതിവചിക്കാനാവാത്ത വിധം വിസ്മയം വീണ്ടും വർദ്ധിക്കുന്ന അല്ലാഹു റസൂലിന്റെ വാക്ക്, അബ്വാബുസ് സമാഅ്, അന്ന് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നു. വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം,
നരകത്തിന്റെ കവാടങ്ങൾ അടക്കപ്പെടുന്നു. വതുഗല്ലു ഫീഹി മറദത്തു ശയാത്വീൻ, പിശാചുക്കളെ അന്ന് ചങ്ങലക്കിടുന്നു. ലില്ലാഹി ഫീഹി ലൈലത്തുൻ, അന്ന് അല്ലാഹ്ക്ക് ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട്. ഖൈറും മിൻ അൽഫി ഷഹർ, അത് 1000 മാസത്തേക്കാൾ ശ്രേഷ്ഠമാണ്. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതിന്റെ നന്മയെ ആരെങ്കിലും ആദരിച്ചാൽ അത് അവന് ലഭിച്ചു. നസായിയുടെ റിപ്പോർട്ടാണ്. അതുകൊണ്ട് അന്നത്തെ തലമുറ, നമ്മുടെ മുൻഗാമികൾ, ഒരു റമദാൻ വരിക എന്ന് പറഞ്ഞ വലിയ പ്രതീക്ഷയാണ്. ഒന്നാമത് എന്നും പട്ടിണിയുള്ള കാലമാണ്. റമദാനാകുമ്പോൾ ആ പട്ടിണിക്ക് അള്ളാന്റെ കൂലിയുണ്ട് എന്ന് അവരെ മനസ്സ് മന്ത്രിക്കുന്നുണ്ട്. 3 നേരം അന്നം കഴിക്കാൻ കിട്ടാത്ത കാലമാണ്. എപ്പോഴെങ്കിലും ഒരു നേരം അന്നം കഴിച്ച് ജീവൻ നിലനിർത്തി എന്ന് ഉറപ്പുവരുത്തുന്ന കാലമാണ്. അതുകൊണ്ട് അവർക്ക് വലിയ സന്തോഷമാണ്. അവരിതിനെ കാത്തിരിക്കുമെന്നാണ് റസൂലുള്ളാഹി തുടരുന്നു. ഇന്നലില്ലാഹി തബാറക വ തആല, അല്ലാഹുവിന് ഉണ്ട് ആ മാസത്തിൽ റമളാനിന്റെ രാത്രിയും പകലിലും കുറെ അഥവാ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന കുറെ ആളുകളുണ്ട്. എല്ലാ മുസ്ലിമിനും ആ രാത്രിയിലും പകലിലുമുണ്ട് ദഅവത്തുൻ മുസ്തജാബ, ഉത്തരം ലഭിക്കുന്ന പ്രാർത്ഥനകൾ. അവരുടെ ഏത് പ്രാർത്ഥനകൾക്കും അല്ലാഹു ഉത്തരം നൽകുന്നതാണ്. അത്രയും പുണ്യകരമായ റമളാൻ നിങ്ങൾക്ക് കടന്നു വരുന്നു. അതുകൊണ്ട് അല്ലാഹു പറയുന്ന സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ രക്ഷിതാവിനോട് പാപമോചനം തേടാൻ നിങ്ങൾ ധൃതി കാണിക്കുക. പാപങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടാകാം, പക്ഷെ എന്നും പാപം വേണ്ട. മറക്കണം, പൊറുക്കണം, ഒന്ന് നന്നാകണം. ഓരോ മീസാൻ കല്ലുകളും വിളിച്ചു പറയുന്ന കഥയുണ്ട്. നീ ഇങ്ങോട്ട് വരാനുള്ളവനാണ്. ഓരോ പള്ളിക്കാട്ടിൽ കയറിയിട്ട് അസ്സലാമു അലൈക്കും അഹ്ലദ്ദിയാരി മിനൽ മുഅ്മിനീന എന്നവർക്ക് സലാം ചെല്ലുമ്പോ അതിന്റെ അടുത്തൊരു വരിയുണ്ടല്ലോ, വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, ഞങ്ങളും അടുത്ത് വന്ന് കടക്കാനുള്ളവരാണ്. നിങ്ങൾ കടക്കുന്നതിന്റെ അപ്പുറത്ത് ഞങ്ങളും വന്ന് കടക്കാനുള്ളവരാണ്. ആ ബോധവും ആ തേട്ടവും വരുമ്പോ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ ധൃതി കാണിക്കണം. പാപമോചനം അള്ളാഹിനോട് പറയണം, മനുഷ്യന്മാരോട് പറയരുത്. തെറ്റും കുറ്റം ഉണ്ടെങ്കിൽ മൂടി വെക്കണം. മനുഷ്യനോടുള്ള തെറ്റ് മനുഷ്യനോട് പറഞ്ഞു തീർക്കുക. വ്യക്തി ജീവിതത്തിൽ സ്വകാര്യമായി പറ്റിയ പാളിച്ചകൾ മറ്റൊരാളോട് പങ്കുവെക്കരുതാ ഇസ്ലാമിന്റെ നിയമം. നീ മാത്രം അതറിഞ്ഞാൽ മതി. നീയും നിന്റെ റബ്ബും. ആ റബ്ബ് നിനക്ക് പുറത്തു തരും. പങ്കുവെച്ചാൽ എന്താ? അതൊരു പ്രചോദനമായി മാറും. ഇന്നിപ്പോ തിന്മകൾ വ്യാപകമാകാനുള്ള കാരണം എന്താ? തിന്മകൾ ഇങ്ങനെ ചെയ്യുന്നു, ആളുകൾ അത് പങ്കുവെക്കുന്നു, പരസ്യമാക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പ്രചരിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും ഒരു സർവ്വസാധാരണമായ സംഭവം പോലെ ആളുകൾക്ക് തോന്നുന്നു. ഇസ്ലാമിന്റെ തിയറി വളരെ കൃത്യമാണ്. നിങ്ങളെ പാപങ്ങൾ അള്ളാഹിനോട് മാത്രം പറഞ്ഞാൽ മതി, മൂടിവെക്കണം. അതുകൊണ്ട് പിന്നെ ഖുർആൻ പറഞ്ഞു, ജന്ന, സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതി കാണിക്കണം. സ്വർഗത്തേക്ക് പോകാൻ നിങ്ങൾ മത്സരിക്കണം. മത്സരത്തിനെ പറ്റി ഖുർആൻ പറഞ്ഞ ഒറ്റ സ്ഥലമുണ്ട്, വഫീ ദാലിക ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, ഈ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കുന്നവർ മത്സരിക്കുക. പഠിച്ചോൻ ആ സ്വർഗം നമുക്ക് കരഗതമാക്കി തരട്ടെ. വജന്നത്തിൻ അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളുടെ വലുപ്പമാണ് സ്വർഗത്തിന്റെ വലുപ്പം. മുഇദ്ദത്ത്, അത് തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലില്ലദീന ആമനു, വിശ്വാസികൾക്ക്. ഒരു നിബന്ധന ഖുർആന പറയുന്നുണ്ട്. അള്ളാഹ് പറയുന്നത് വിശ്വാസമുള്ളവന് തയ്യാർ ചെയ്ത് വെച്ചതാണ് സ്വർഗം. ആരെ വിശ്വസിക്കണം? ബില്ലാഹ്, അല്ലാഹനെ വിശ്വസിക്കണം.
വറുസുലിഹി, അവന്റെ നബിമാരെയും വിശ്വസിക്കണം. ആദം മുതൽ അഷ്റഫുൽ ഖൽഖ് നബിയുല്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള നീണ്ടു പരന്നു കിടക്കുന്ന ലക്ഷോപലക്ഷം വരുന്ന നബിമാർ, അവരിൽ വിശ്വസിക്കുക. എന്നിട്ട് സ്വർഗത്തിന് മത്സരിക്കുക. എന്താണ് ഈ ജന്നത്ത്? സ്വർഗം എന്താ? ഫളലുല്ലാഹ്, അല്ലാഹുവിന്റെ ഔദാര്യമാണ്. അത് പടച്ചവന്റെ ഔദാര്യമാണ്. ആർക്കാണത് അല്ലാഹ് നൽകുക? യുഅ്തീഹി മയ്യശാ, അല്ലാഹ് ഉദ്ദേശിക്കുന്നവർക്ക് അവനത് നൽകും. സഹാബാ കിറാം ഒരിക്കൽ ചോദിച്ചു, റസൂൽ ഒരിക്കൽ പറഞ്ഞു, നിങ്ങളെ പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ സ്വർഗത്ത് കടക്കാൻ കഴിയില്ല. അള്ളാഹുവിന്റെ മഹളായ ഫളല് കൊണ്ട് മാത്രമേ സ്വർഗത്ത് കിടക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഒരു അത്ഭുതത്തോടെ ഒരു സഹാബി ചോദിക്കുന്നു, അൻത യാ റസൂലല്ലാഹ്, നിങ്ങളും അങ്ങനെ തന്നെയാണോ? നബി ഒരുപാട് നന്മ ചെയ്യുന്ന ആളാണല്ലോ. നിങ്ങളും നിങ്ങളെ പ്രവർത്തനങ്ങൾ കൊണ്ട് സ്വർഗത്തിലെത്തൂലേ? അന, ഞാനും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവിന്റെ ഫളല് അതുണ്ടെങ്കിൽ മാത്രം സ്വർഗത്തിൽ യുഅ്തീഹി മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകും. സമ്പത്തിനെ പറ്റി പറഞ്ഞപ്പോഴും ഖുർആൻ പറഞ്ഞ ആയത്ത് അതാണ്, ദാലിക ഫളലുല്ലാഹി യുഅ്തീഹി മയ്യശാ, അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് അത് നൽകും. ആരെ അല്ലാഹ് ഉദ്ദേശിച്ചത്? അറിഞ്ഞൂടാ. ഉദ്ദേശിച്ചവന് നൽകും. വല്ലാഹു ദുൽ ഫളലിൽ അളീം, അല്ലാഹു ഏറെ ഉദാരനാണ്, അവനേറെ മഹാനുമാണ്. ഹദീദ് സൂറത്തിലെ 21-ാമത്തെ ആയത്താണ്. അതുകൊണ്ട് മുന്നൊരുക്കം നടത്തുക. റമളാൻ വെളിപ്പാടകലെ നിൽക്കുന്നു. ദിവസങ്ങളൊക്കെ പെട്ടെന്ന് കടന്നു പോകും. ഒരു വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലെയാണ് ഇപ്പോൾ. 2 ആഴ്ച എന്ന് പറഞ്ഞാൽ 2 ദിവസമാണ്. അച്ചര പെട്ടെന്നല്ലേ കടന്നു പോകുന്നത്. എന്നാ ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നടന്നത് ആലോചിക്കുമ്പോൾ അത്ഭുതം തോന്നും. അതുകൊണ്ട് വിശുദ്ധരാവുക എന്നാണ്. വിശുദ്ധിയോടെ റമദാനിലേക്ക് എത്തുക. ഉള്ളും പുറവും ശുദ്ധിയാകുക. മനുഷ്യനോട് അല്ലാഹ് പറയുന്നൊരു സംഗതി അതാണ്. ഉള്ളും പുറവും ശുദ്ധിയാകുക. ഭൂമിക്ക് വന്ന് തന്നെ രക്തത്തിൽ കുതിർന്ന് വന്ന മനുഷ്യൻ. പക്ഷെ നമ്മളറിയില്ല. കുട്ടി നമ്മൾ കാണുമ്പോൾ കുളിപ്പിച്ചിട്ട് നല്ല സുമുഖനായ മുഖമായിട്ടാ കാണുന്നത്. അത് പ്രകൃതിയുള്ള ആ കാഴ്ച കാണുമ്പോഴാണ് അതിൻ്റെ ഭീകരത ബോധ്യപ്പെടുക. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രക്തത്തിൽ കുളിച്ചിട്ട് കടന്നു വരുന്നൊരു ജീവനുണ്ടല്ലോ, അതൊരത്ഭുതമാണ്. അങ്ങനെ ആരും കാണൂല. അത് കണ്ടാൽ മറക്കാൻ കഴിയില്ല ആ രൂപം. അത് മെഡിസിൻ രംഗത്തുള്ള ആളുകൾ മാത്രമേ കാണുള്ളൂ. നമ്മൾ കാണുന്നത് എങ്ങനെയാ? നല്ല സുമുഖനായി, സുന്ദരനായി, സുന്ദരിയായി. അന്ന് തുടങ്ങിയ വൃത്തിയല്ലേ ജീവിതത്തിൽ. യാത്രയിൽ വൃത്തി, കുളിക്കുമ്പോ വൃത്തി, ഉളൂഹ് ചെയ്യുമ്പോ ശുദ്ധി, ജീവിതത്തിലെ വിശുദ്ധി, മരിച്ചാലും ഒരു കുളി, അങ്ങനൊരു യാത്ര. ആകെ മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് ഓരോ ഉളൂഹിന് ശേഷവും നിങ്ങൾ ദുആ ചെയ്തോ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. ഷഹാദ കലിമ അർപ്പിച്ചിട്ട് പിന്നെ ചോദിക്കുന്ന ചോദ്യം, എന്നെ തൗബ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെടുത്തണം, എന്നെ ശുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽപ്പെടുത്തണം. ഉള്ളും പുറവും ശുദ്ധിയാകണം, മനസ്സ് ശുദ്ധിയാകണം. റമളാനിൽ നമ്മളെ അമലുകൾ അള്ളാന്റെ അർശിക്കാണ് കയറിപ്പോണം. കറള്ള മനസ്സുകൊണ്ട്, പകയുള്ള മനസ്സുകൊണ്ട്, പിണങ്ങി നിൽക്കുന്ന കുടുംബ ബന്ധങ്ങൾ കൊണ്ട് അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് സ്വർഗം പോകാം എന്ന് കരുതണ്ട. ഖലീലുള്ളാഹിന്റെ ദുആ ഉണ്ടല്ലോ ഖുർആനിൽ, വജഅൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ. ഞാൻ പോയാലും എന്നെ കുറിച്ച് ആളുകൾ അവരുടെ നാവിൽ നല്ല വാക്ക് പറയണം. അത് അടയാളപ്പെടുത്തണം ആയത്തെപ്പോഴും. അസാന്നിധ്യത്തിൽ ആളുകൾ നല്ലത് പറയണം. പലപ്പോഴും നമ്മളുണ്ടാകുമ്പോൾ ആൾക്കാർ പറയും നിങ്ങൾ ഉഷാറാണ്, നിങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മളാണ് മാറിയ ആൾക്കാർ പറയും ഓൻ്റെ സ്വഭാവം എനിക്കറിയാം. പിന്നെ എന്താ ജീവിതം?
നമ്മളെ സാന്നിധ്യം ചില ആളുകൾ കൊതിക്കുന്നില്ല. അത് അയാൾ വരുന്നുണ്ട്, കമ്മിറ്റി ആകെ കൊളായി, അയാൾ വരുന്നുണ്ട്, അടുത്ത ഫിത്തന തുടങ്ങി. അങ്ങനെ ഒരാളായുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ. അള്ളാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്തുണ്ടായിട്ടെന്താ? ഒരുപാട് ജനങ്ങളുടെ വെറുപ്പും വിദ്വേഷവും ശാപവും ഏറ്റുവാങ്ങിയിട്ട് ഒരു ജീവിതത്തിനൊരർത്ഥമില്ല. അത് കുടുംബത്തിലായാലും സമൂഹത്തിലായാലും നാട്ടിലായാലും. അതുകൊണ്ടായി ഈ പ്രാർത്ഥനക്ക് വല്ലാത്തൊരു കനമുണ്ട്. വജഅൽനി ലിസാന സുദ്ഖിൻ ഫിൽ ആഖിരീൻ വജഅൽനി മിൻ വറസതി ജന്നത്തിൻ നഈം. സ്വർഗത്തിന്റെ അവകാശികളുടെ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തണം റബ്ബേ. ഇബ്രാഹിം ഇവിടെ ദുആണ്. പിന്നെ ഒരു ദുആ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ എന്നെ നീ അപമാനിക്കരുതേ റബ്ബേ. ആ ദിവസത്തെ പറ്റി ഖലീലുള്ള പറഞ്ഞു തരുന്നുണ്ട്. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ. അന്ന് സമ്പത്ത് ഉപകാരപ്പെടൂല, അന്ന് മക്കളും ഉപകാരപ്പെടൂല. ദുനിയാവിൽ ഉപകാരപ്പെടുന്ന രണ്ട് സംഗതികളാണത്. സമ്പത്ത് ഉപകാരപ്പെടും, മക്കൾ ഉപകാരപ്പെടും. ഇത് രണ്ടും ദുനിയാവിൽ ഉപകാരപ്പെടാത്ത എത്ര ആളുകളുണ്ട്? ആ ഒരൊറ്റ സംഗതി പഠിച്ചാൽ മതി. മക്കളെ കൊണ്ട് ഉപകാരമില്ലാത്ത പാപ്പമാർ, സമ്പത്ത് കൊണ്ട് ഒരു ഉപകാരവും ഇല്ലാത്ത കുറെ പാവങ്ങൾ. അങ്ങനല്ലേ ജീവിതത്തിൽ? പല തലത്തിലാകാം അത്. പക്ഷെ ദുനിയാവില് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആഖിറത്തിൽ കൃത്യമായിട്ടും മാലുകൊണ്ടൊരു ഉപകാരമില്ലെന്ന്, മക്കളെ കൊണ്ടൊരു ഉപകാരവും ഇല്ലെന്ന്. എന്നിട്ട് ഇബ്രാഹിം നബി തുടരുകയാണ്. അല്ലാഹ് അത് പറഞ്ഞു തരികയാണ്. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ശുദ്ധമായ മനസ്സ്, ആ ഖൽബ്, അതോടുകൂടി അത് കൊണ്ട് മാത്രമാണ് ഒരാളെന്ന് വിജയിക്കുന്നത്. റസൂലുള്ള 3 തവണ ചൂണ്ടി നെഞ്ചത്തേക്ക് അത്തഖ്വാ ഹാഹുന വഉശീറു ഇലാ സ്വദരിഹി. അവിടുന്ന് അവിടുത്തെ നെഞ്ചത്തേക്ക് ചൂണ്ടി, ഖൽബിന്റെ ഭാഗത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ഇവിടെയാണ് തഖ്വാ, അത്തഖ്വാ ഹാഹുന, ഇവിടെയാണ് വിശുദ്ധി. ആ തലത്തിലേക്ക് പാകപ്പെടണം. അമലുകൾ അല്ലാഹ് സ്വീകരിക്കാൻ തീർച്ചയായും എല്ലാ ബന്ധങ്ങളും നന്നാക്കണം. പിണങ്ങിയത് ഇണക്കണം, മറക്കണം, പൊറുക്കണം. എന്നും ഒരേപോലെ നമ്മളെ ചിന്ത വേണ്ട. ആയുസ് വർദ്ധിക്കുന്നു. എന്നാണ് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുപോവുക എന്ന് ആർക്കറിയാം? പെട്ടെന്ന് അസമയത്ത് ഫോൺ അടിക്കുമ്പോ പേടി. എന്താണ് ഈ നേരത്തെ ഇയാൾ അടിക്കുന്നത്? അപ്പൊ മറുവശത്തുനിന്ന് നമ്മൾ കേൾക്കുന്നത് ഒരു മരണമാണ്. അത് ഒരു ജീവിതത്തിന്റെ യാത്രയാണ്. ഇന്നലെ അടക്കം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞവൻ ഇന്ന് ഖബറിൽ കിടക്കുമ്പോ അതൊരു പാഠമാണ്, അതൊരു ചിന്തയാണ്, അതൊരു വികാരമാണ്. അതുകൊണ്ട് പരിശുദ്ധ റമളാൻ എല്ലാ നന്മകളും, റമളാന്റെ നന്മകൾ, ദാനധർമ്മങ്ങളടക്കം, തിങ്കൾ വ്യാഴം ദിവസങ്ങളിലെ നോമ്പടക്കം, ശഅബാൻ തീരെയാണ്, നന്മകൾ ധാരാളമായിട്ട് ചെയ്യാനുള്ള അവസരം കണ്ടെത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വരുന്ന റമളാനിനെ 100% അതിനോട് നീതി പുലർത്താൻ അല്ലാഹു നമുക്ക് തൗഫീഖ്